എന്നാ പിന്നെ ഞാൻ മിണ്ടുന്നില്ല. ചേച്ചി പോയിക്കോ. പ്രിയ, പോയിക്കോന്നേ. അതെ, മനുഷ്യനായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിശ്വാസമൊക്കെ വേണം. എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ ചിലപ്പോ ചീത്ത പറയും. അത് ഇന്നും ഇന്നലും തുടങ്ങിയൊന്നും അല്ലല്ലോ. കുഞ്ഞു പ്രായം തൊട്ടേ അങ്ങനെ തന്നെയല്ലേ? ശരി, ഞാൻ വഴക്കിനില്ല. ഇപ്പൊ എങ്ങോട്ടാ ഞാൻ നിന്റെ കൂടെ വരണ്ടേ? വാ. പ്രിയ, ഞാൻ വീട്ടിനകത്ത് കയറിയില്ല. ബാഗൊന്ന് വെച്ചിട്ട്. അതൊക്കെ പിന്നെ വെക്കാം. ഇപ്പൊ ഒരു കാര്യം ഉള്ളോണ്ടല്ലേ. വാ. നമ്മൾ ഈ കളിക്കുന്ന കളിയെ അവസാനിപ്പിക്കാനുള്ള സമയമായി മോളെ. രാധിക കണിമംഗലത്തിൽ നിന്നും ആറ്റുവാശ്ശേരിയിൽ നിന്നും ഇറങ്ങിയേ പറ്റൂ. അതിനുവേണ്ടി തൽക്കാലം നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എന്താ? എന്തിനാ ഇവിടെ നിൽക്കുന്ന? അത് തുളസിച്ചെടി വിശുദ്ധമല്ലേ? അത് നിനക്ക് അറിഞ്ഞൂടെ? തുളസിയോളം വിശുദ്ധമായ ചെടി വേറെ ഏതാ ഉള്ളത്? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടയില്ലേ ആ തുളസിയില. എന്ന് പറഞ്ഞ ഓരോ തുളസിയിലും ഭഗവാന്റെ സാമീപ്യം ഉണ്ടെന്നല്ലേ? ഇതൊക്കെ കുഞ്ഞുനാളിലെ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? ഇനി ഞാൻ പറഞ്ഞുതരാം. വരുൺ ചേച്ചിയുടെ കഴുത്തിലെ താലി കെട്ടിയെന്ന് അറിഞ്ഞാ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല അല്ലേ? അതിനിപ്പോ ആരാ അച്ഛനോട് പറയാൻ പോന്നെ? ചേച്ചി പറഞ്ഞാലോ? അച്ഛനെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല. അച്ഛന് ഒരു വേദന കൊടുക്കാനും ഞാൻ ഒരുക്കല്ല. അങ്ങനെയാണെങ്കിൽ ഈ തുളസിച്ചെടിയിൽ തൊട്ട് സത്യം ചെയ്യും. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അച്ഛനെ ഈ കാര്യം അറിയിക്കില്ലെന്ന്. അച്ഛനോട് ഇത് ആര് പറയുന്നല്ലേ എല്ലാവരുടെയും പേടി. ഞാൻ പറയാമേ. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ. അതിന്റെ പേരിൽ അച്ഛന്റെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ദേവനാരായണൻ തിരുമേനിക്ക് ഈ ഭൂമിയിൽ അത്രയും ആയുസുള്ളെന്ന് കരുതിയാ മതി. പ്രിയ, അച്ഛനോടൊന്നും പറയരുത്. അച്ഛനെ വേദനിപ്പിക്കരുത്. അല്ലാതെ ഇതിനൊരു പരിഹാരം ഇല്ലല്ലോ. ചേച്ചിക്ക് അയാളുടെ കൂടെ ജീവിക്കണ്ടേ? ഭർത്താവിന്റെ കൂടെ. എന്നെ അതിന്ന് ഒഴിവാക്കണ്ടേ? അതിന് ഇതല്ലാതെ വേറെ മാർഗമില്ല. പ്രിയ, നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. അച്ഛൻ ഈ കാര്യം അറിയാൻ പാടില്ല. കൃഷ്ണ ഭഗവാനെ പിടിച്ച് സത്യം ചെയ്താ ചേച്ചി ഇത് പാലിക്കുമെന്ന് എനിക്കറിയാം.